ഞാൻ വിളിച്ച ബാസി എന്തായാലും എൻ്റെ കൂടെ വരില്ല. ഞാനിപ്പോ ഗോവയിൽ പോവാണെങ്കിൽ 6 പോകുള്ളൂ. ബാസിനെ വിളിച്ചോണ്ട് പോവോ? ടോവിനോ തോമസ്. വേറെ ഒന്നും ഓർമ്മ വന്നില്ല. ഇതാണ് ഓർമ്മ. ഞാനതാണ് ശ്രദ്ധിക്കണം. ഞങ്ങൾ അപ്പുറത്തും ഞാൻ ഈ 2 പെൺകുട്ടികളായിട്ടുള്ള കെമിസ്ട്രിയിലാണ്. ഞങ്ങൾ 3 സമായിരുന്നു, അവർ 2 സമാണ്. സിഗരറ്റ് വലിക്കില്ല, സിഗരറ്റ് കണ്ടിട്ടില്ല, കത്തിക്കാൻ അറിയില്ല, പുക എങ്ങനെയാ പോണെന്ന് അറിയില്ല. ആകെ കൂടി ഉള്ളത് നമ്മുടെ സാനിയും പ്രിയാണ്. നമ്മൾ വിളിച്ചാൽ അവര് വരൂല്ല. വിളിച്ചിട്ടുണ്ടോ ട്രിപ്പ് പോകാനൊക്കെ? ഞാൻ വിളിക്കാത്ത കുറവല്ല, ഞാൻ വീട്ടിൽ പോയി കിടന്നിട്ടുണ്ട്. പ്രിയ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുന്നവരെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. പ്രിയ എഴുന്നേൽക്കും. പ്രിയ അവരൊരു ഫോട്ടോ ഇടുമ്പോഴേക്കും താഴെ വന്നിട്ട് ഇവളെന്താ ഇങ്ങനെ, ഇവളെന്താ കോപ്പയെന്ന് പറഞ്ഞിട്ട്. കാരണം അവരുടെ പ്രശ്നം വെറും ഞരമ്പും കഴപ്പും മാത്രമാണ്. എല്ലാ പള്ളികളിലും നിൽക്കുന്നത് ഒരൊറ്റ തുണിയിലല്ലേ. They are seeing like that is vulgar or working, exposing. അതിൽ പോയി കുരിശിൽ പോയി തൊടുന്നില്ലേ, മുത്തുന്നില്ലേ സ്ത്രീകൾ, അമ്മമാരൊക്കെ. We are seeing like that. How we all came into this earth. എങ്ങനെയാണ് നമ്മൾ വന്നത്? 2 വ്യക്തികൾ തമ്മിൽ ണ്ടല്ലേ. എന്നിട്ട് ഈ ചിന്തയും ഈ പ്രവൃത്തിയും കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ വല്ല മരത്തുമൊന്നും ഉണ്ടായി വരുന്ന പഴമാക്കി രീതിയിലാക്കിയാൽ മതിയായിരുന്നില്ലേ കർത്താവിന്? ഈ ലൈംഗികതയിൽ നിന്നും ലൗകികതയിൽ നിന്നും പുറത്തു കടക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ അകത്ത് കടക്കണം. ഒരു സാധനത്തിൻ്റെ അകത്ത് കടക്കാതെ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പുറത്ത്? അതിന് എങ്ങനെയാണ് അതൊന്ന് പുറത്തു കിടക്കേണ്ടത്? അത് ഞാൻ കൺട്രോൾ ചെയ്തു, അതിനാലോചിക്കില്ല. അവൻ്റെ കിളി പോയതാണ്. ആക്ച്വലി അവന് കിളിയില്ല, കിളിയുടെ കാട്ടമില്ല. ബാക്കിയുള്ളവർ എന്തെങ്കിലും പറയുകയോ എഴുതുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവന് കിളി പോയേ കിളി പോണേ എന്നാണ് പറയേണ്ടിരുന്നത്. അവൻ വായി തോന്നി കുറച്ച് പാട്ട് പോലെ വിളിച്ചു പറയുന്ന അവസ്ഥയാണ്. കൈ അകലത്തിൽ നിന്ന് അതൊക്കെ കൊള്ളാം. കിടക്കെ വന്ന് കിടക്കുമ്പോൾ ഉണ്ടാവും അടുത്തൊരാള്, എന്തേ ഉറങ്ങണില്ലേ? ഇല്ല, ഓരോന്ന് ആലോചിച്ച് വെറുതെ ഓരോന്ന് ആലോചിച്ച് കിടക്കാതെ കിടക്കുക. രാവിലെ എഴുന്നേറ്റ് പോകാം. Dating app അല്ല. So you're interested in dating? No. I came here just get bored. അപ്പോൾ തുമ്പിനെ പിടിക്കാൻ വന്നാണല്ലോ. ഇത് 18+ ആയിട്ടുള്ള ആപ്പല്ലേ. അവിടെ വന്നിട്ട് ഫ്രണ്ട്സിന് ഉണ്ടാക്കാനാണെന്നുകൊണ്ട് കാര്യമില്ലല്ലോ. വെറുതെ മെസ്സേജ് അയച്ചിട്ട് വെറുതെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. 40 വയസ്സായി, ഇനി സംസാരിച്ചുകൊണ്ടിരുന്ന 80 ആവും. ഹലോ എവറിവൺ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ദിസ് ഇസ് നേഹ മാത്യു. അപ്പം നമ്മുടെ കൂടെ ഇന്നുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്, നമ്മുടെ എല്ലാമായ ഷൈൻ ടോം ചാക്കോ. അപ്പം ചേട്ടാ, വെൽക്കം ടു ദ ഷോ. അപ്പം നമ്മൾ ഇന്ന് താനാര എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ട് പങ്കുവെക്കാനാണ് വന്നേക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞ ചേട്ടാ, താൻ ആരാണ്? ഞാനിത് നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന ഒരാള്. അങ്ങനെ പറയുന്നത് എന്തായാലും ശരിക്കും നല്ല അടിപൊളി ചെയറല്ലേ? 2 സൈഡില് സപ്പോർട്ടോട് കൂടിയിട്ട്. മറ്റത് നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടാറില്ലല്ലോ. പക്ഷെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഇത് നിങ്ങൾ കൊണ്ടുവന്നതാണോ? ഞങ്ങൾ ഇതിനായിട്ട് ഷൈൻ ചേട്ടൻ ഇന്റർവ്യൂവിന് വേണ്ടി മാത്രമായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ കൊണ്ടുപോകാൻ തരുമോ? ഷൈൻ ചേട്ടന് വേണോ? ഒരെണ്ണം കിട്ടിയാൽ നന്നായിരിക്കും. ഷൈൻ ചേട്ടന് എടുത്തു. ഷൈൻ ചേട്ടന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. എടുത്തു, സമ്മതിച്ചു. കൊണ്ടുപോകാൻ പറ്റുന്ന വെയിറ്റ് ആണോ? അപ്പം എന്താണ് താൻ ആരാണ്? എന്നുള്ളത് താൻ തന്നോട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ഡയലോഗില്ലേ? നമ്മുടെ തേന്മാവി. ഓക്കെ, ഇത് താനാരാന്ന് നമ്മൾ ചോദിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇതായിട്ടുള്ള ഒരു സ്പേസിലേക്ക് നമുക്ക് പരിചയമില്ലാത്തതും പുതിയതുമായിട്ടൊരാൾ വരുമ്പോഴാണല്ലോ താനാര ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ആ താനാര എന്നുള്ള ചോദ്യം പല സിറ്റുവേഷനിലും പല രീതിയിലാണ് ചോദിക്കുക. താനാരാണോ എന്ന് ചോദിക്കല്ലേ? താനാരാണ്. അങ്ങനെ നമുക്ക് ഒരിക്കലും താല്പര്യമില്ലാത്ത സമയങ്ങളിൽ നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള നമ്മുടെ പെറ്റ് പ്ലേസുകളിൽ കാണപ്പെടുമ്പോഴാണ് നമ്മൾ ഈ താനാര എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. ഒരു വീടിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഭവമാണല്ലോ. എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തിൽ നടക്കുന്ന പോലെയാണ് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നത്. ഒരു രാത്രി സംഭവിക്കും. അപ്പം ഷൈൻ ചേട്ടൻ ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഒരൊറ്റ രാത്രിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു വീടിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? ഇങ്ങനത്തെ സംഭവം നടന്നിട്ടില്ലെങ്കിലും ഏകദേശം കൊക്കൈൻ കേസൊക്കെ ഒരു ഫ്ലാറ്റിനകത്ത് രാത്രി നടന്ന സംഭവമാണ്. അവിടേക്ക് ഇൻവെസ്റ്റിഗേഷൻസ് ഓഫീസേഴ്സ് വരികയും രാത്രി മുഴുവൻ നമ്മൾ അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷത്തിലിരിക്കുകയും പിന്നീട് ആ ഭീകരാന്തരീക്ഷം ലോകം അറിയുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അറിയാൻ പോകുന്നു. പിന്നീട് എന്തൊക്കെ ഉണ്ടാവുന്നു,
പിന്നീട് നമ്മുടെ ലൈഫിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരൊറ്റ രാത്രി കൊണ്ട് ആലോചിച്ച് അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് എന്നാൽ നമുക്കതിൽ യാതൊന്നും ചെയ്യാനും പറ്റാതെ അത് മാറ്റാനും പറ്റാതെ വളരെ നിസ്സഹായ അവസ്ഥയിൽ ഇരിക്കുകയും രാവിലെ ആവുമ്പോൾ അതിന് നമ്മൾ കീഴ്പ്പെടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതാണ് മെയിനായിട്ടുള്ള എനിക്കുണ്ടായിട്ടുള്ളത്. താങ്കൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? എനിക്കങ്ങനത്തെ ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. ആലോചിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ തന്നെ അതങ്ങനെ സംഭവിച്ചിട്ടില്ലാത്തതാണ്. പിന്നെ നമ്മൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് പുറത്ത് പറയേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് പുറത്ത് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാലോ. എനിക്ക് നനഞ്ഞതും കുളിച്ചതും കയറിയതും ആയതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പ്രശ്നമില്ലാത്തത്. ഷൈജേട്ടൻ്റെ മനസ്സിലുള്ള ഭാരം കുറെയൊക്കെ പോയോ ഇപ്പം? ഏകദേശം ആ സമയം കൊണ്ട് തന്നെ ഏതൊരു പ്രശ്നം നടന്നാലും അതിൻ്റെ ഒരു സമയമുണ്ടല്ലോ അതിന്. ആ സമയം കഴിയുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ഭാരങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പം ഷൈൻ ചേട്ടൻ്റെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആണല്ലോ. നമ്മൾ തല്ലുമാലയാണെങ്കിലും അടിയാണെങ്കിലും ലവ് ആണെങ്കിലും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പം ഷൈൻ ചേട്ടന് എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം? ഇപ്പോൾ റൊമാൻസ് ആണോ, പ്രണയം, അതുപോലെ അല്ലെങ്കിൽ വില്ലൻ ക്യാരക്ടേഴ്സ് ആണോ? എന്ത് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം? ഒരു ആക്ടർ എന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യേണ്ടത് പെർഫോമൻസ് ആണ്. പെർഫോമൻസ് മീൻസ് ഒരു കഥയ്ക്കനുസരിച്ച് നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിനെ നമ്മൾ അതിൻ്റെ കൊടുക്കാവുന്ന എല്ലാ ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട് നമ്മൾക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിലാണ് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. അതിപ്പോൾ ഏത് ക്യാരക്ടർ ആണെങ്കിലും. പക്ഷെ എന്നാലും ഉണ്ടാവില്ല, പ്രണയം ചെയ്യാനാണെങ്കിൽ കുറച്ച് രസമായിരിക്കും, അങ്ങനെ കുറച്ച് കംഫർട്ട് സോൺ പോലെ. പ്രണയം ചെയ്യാനായിട്ട് കുറച്ച് രസം ഒന്നുമില്ല. പ്രണയം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണോ? ആക്ച്വലി ഇപ്പം നമുക്ക് ഒരാളെ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് ഷൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇടികൂടാനോ ഒന്നും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പ്രണയം അവതരിപ്പിക്കുന്നത് നമ്മൾ ഒരിക്കലും വേറൊരാളുടെ മുന്നിൽ വെച്ചിട്ടല്ലല്ലോ. അല്ലെങ്കിൽ റൊമാൻസ് നമ്മൾ ചെയ്യുന്നത് വേറൊരാളുടെ മുന്നിൽ വെച്ചിട്ടല്ലല്ലോ. അപ്പോൾ വേറൊരാളല്ല 10, 70, 100, 150 പേരുടെ മുന്നിൽ വെച്ചിട്ട് ഇത് ചെയ്യുക, എല്ലാവരും നോക്കി നിൽക്കുന്ന ഒരു സ്പേസിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് റൊമാൻറ്റിക് ആയിട്ടുള്ള സീക്വൻസുകളാണ്. ഇപ്പം പറഞ്ഞപ്പം ശരിയാണ്, മേക്ക് സെൻസ്. മറ്റതിനൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ളതും ചെയ്തിട്ടുള്ളതും നടക്കാവുന്നൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ട് വ്യക്തികൾ പ്രണയിക്കുന്നത് നമ്മൾ സിനിമയിൽ ഗാനങ്ങളിലൂടെയും സിനിമ കഥകളിലൂടെയോ ക്രിഞ്ച് ആവാറുണ്ടോ? ക്രിഞ്ച് തോന്നാറുണ്ടോ? അതാണ് ഒരു പെർഫോമറിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഷൈനെസ് അല്ലേ? അതിപ്പോൾ എന്താണെങ്കിലും ഒരു വാക്ക് ഉച്ചരിക്കാനും ഒരു സ്ഥലത്ത് കയറി വന്ന് നിന്നാൽ ഡയലോഗ് അടിക്കാനാണെങ്കിലും കയറി നിൽക്കാനാണെങ്കിലും നമ്മളെ ലാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ വലിക്കുന്നത് എന്താണ്? ചമ്മൽ. ഈ ചമ്മലിനെ ഓവർകം ചെയ്യുമ്പോഴാണ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. മേക്ക് ദാറ്റ് പ്ലേസ് ആസ് അവർ ഹോം. അപ്പോൾ ഒരു ആക്ടറോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റോ ഒരു പെർഫോമറോ ഒരു സ്പേസിൽ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അത് തൻ്റെ വീടാണെന്ന് വിചാരിക്കുക. അത് വീടാണെന്ന് വിചാരിച്ചിട്ട് അതുപോലെ ചെയ്യാനല്ല, ആ സ്ഥലം റിലാക്സ്ഡ് ആവുക, ആ സ്ഥലവുമായുള്ള പരിചിതപ്പെടൽ. വീടെങ്ങനെ വീടാവണം നമ്മൾക്ക് പരിചിതമാവുമ്പോൾ. അപ്പോൾ ആക്ടർ ഷുഡ് മേക്ക് ഓൾ ദ പ്ലേസ് വെർ യു ഗോയിങ് ടു പെർഫോം ഹിസ് ഓൺ ഹൗസ് എന്നാ പറയാം. ബോക്സിംഗ് റിങ്ങിനെ കുറിച്ച് പറയുന്നത് അതിൻ്റെ ട്രെയിനേഴ്സ് പറയാം, ഇത് നിൻ്റെ വീടാണെന്ന് നീ വിചാരിക്കണം. വീട്ടിൽ ഇരുട്ടാണെങ്കിൽ കൂടി അതിൻ്റെ മുക്കും മൂലയും നിനക്ക് വളരെ പരിചിതമാണ്. നിനക്ക് പരിചിതമായ ഒരു സ്പേസിൽ നിനക്കിപ്പോൾ ഒരു ഇടി വാങ്ങിയാലും തിരിച്ചിടിക്കാനാണെങ്കിലും രക്തം തുപ്പാനാണെങ്കിലും തുപ്പിപ്പിക്കാനാണെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പം നിൻ്റെ വീടാണെന്ന് വിചാരിക്കുക നീ പെർഫോം ചെയ്യുന്ന സ്പേസ്. ഇപ്പോൾ കുട്ടികളെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ വീട്ടിൽ പാട്ടുപാടും ഡാൻസ് കളിക്കും, തലകുത്തി മറിയും. പുതിയതൊരു വ്യക്തി ആ സ്പേസിലേക്ക് വരുമ്പോൾ കൂടി അവളോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അവനോട് ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ല. പക്ഷെ കുറച്ചു നേരം കഴിയുന്നതോടുകൂടി ആ പുതിയ വ്യക്തിയുമായി പരിചിതമായി കഴിഞ്ഞാൽ അയാളുടെ തലയിൽ കയറി ഡാൻസ് കളിക്കില്ലേ? അതെ. അപ്പോൾ ഷൈൻ ചേട്ടൻ റിയൽ ലൈഫിലും ഇങ്ങനെ ഷൈ ആയിട്ടുള്ള ആളാണ്? പ്രണയമൊക്കെ വരുമ്പോൾ സ്കൂൾ ടൈമിലൊക്കെ വല്ല പ്രണയം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഫസ്റ്റ് ലവ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ലൈക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്നതും നമ്മൾ എപ്പോഴും നോട്ടീസ് ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഈ പറയുന്ന ആശയവിനിമയം നടത്തുകയോ ഒരുമിച്ച് നടക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നാണമല്ല, അതൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ 83 ജനിച്ചൊരു കുട്ടിയാണ്. മറ്റേ നമ്മൾ നല്ല ഏർലി ആയിട്ടുള്ള ആളാണ്. പക്ഷെ എന്നാലും ആ സമയത്ത് ഒരു പെൺകുട്ടിയോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ സ്കൂൾ ടൈമിലുള്ള കാര്യം
ഇപ്പം നമ്മളങ്ങനെ ഒരു പെൺകുട്ടിയുമായിട്ട് ചിലപ്പോൾ ചില വഴികളിൽ കണ്ടുമുട്ടുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാകും. നെഞ്ചൊക്കെ ഇടിച്ചിട്ട് നമുക്ക് പിന്നിപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടീനോടും അടക്കം നമുക്ക് സംസാരിക്കാൻ കൂടുതൽ പേടിയായിരിക്കും. അല്ലെങ്കിൽ അത്രയും ഇല്ല. നമ്മൾ കുറേയൊക്കെ പറയണം എന്ന് വിചാരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഒന്നും പറഞ്ഞിട്ടില്ല. പറയുന്നത് എപ്പോഴും നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരോടായിരിക്കും. വലിയ വിമ്പത്തരൊക്കെ അടക്കും. സത്യത്തിൽ ഞാൻ അങ്ങനെ പിന്നാലെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടികൾക്കൊന്നും ഇപ്പോഴും അറിയില്ല ഇഷ്ടമായിരുന്നു എന്നുള്ളത്. ഇതൊക്കെ 3ാം ക്ലാസ് 4ാം ക്ലാസ് 7ാം ക്ലാസ്സിലെയും കാര്യങ്ങളുണ്ടോ? ചെറുപ്പമാണ്, ശരിയാണ്. 3ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് അട്രാക്റ്റഡ് ആവുന്നത് പെൺകുട്ടികൾ. അത്ര ഓർമ്മയുണ്ട് കറക്റ്റ്. ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടികളോട് അട്രാക്ഷൻ തോന്നുന്ന സമയമൊക്കെ ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നും അവന് മറക്കാൻ പോകുന്നില്ല. കാരണം അവിടെ നിന്നാണല്ലോ പിന്നെ ഈ അട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം 2ാം ക്ലാസ് വരെ നമ്മൾ അടുത്തിരിക്കുന്ന കുട്ടിയായിരുന്നു പെൺകുട്ടി. പിന്നീട് 3ാം ക്ലാസ്സിൽ അത് അപ്പുറത്തേക്ക് മാറ്റിയിരുത്തിയപ്പോൾ അയ്യോ അത് പെൺകുട്ടിയാണെന്ന് മനസ്സിലായത്. അടുത്തിരിക്കാൻ പാടില്ലാത്തതാണെന്നും അടുത്തടുത്തിരിക്കുന്നത് കൊണ്ട് അത് പ്രശ്നമാണെന്നും എന്നാൽ അടുത്തിരിക്കാനാണ് കൂടുതൽ അഡ്വാൻറ്റേജ് എന്നൊക്കെ മനസ്സിലാവുന്നത് നമുക്ക് മാറ്റിയിരുത്തിയപ്പോഴാണ്, വേർതിരിച്ചപ്പോൾ. കുട്ടികളെ ആണുങ്ങളും പെണ്ണുങ്ങളുമായി വേർതിരിച്ചപ്പോഴാണ് അത് ആണും പെണ്ണുമായി മാറിയത്. അതുവരെ കുട്ടികളായിരുന്നു അടുത്തിരിക്കുന്ന കുട്ടി. അവരുടെ ഡെയിലി അടിയായിരുന്നു. എൻ്റെ കട്ടു ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും ഒരാൾ കൈ വെക്കേണ്ട സ്ഥലം. വരയുടെ അപ്പുറത്തേക്ക് കൈ കൊണ്ടു. പിന്നീട് നമ്മൾ ഈ വര മാറി ഈ വേലി ചാടാനല്ലേ നോക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പം നമ്മളൊരു റാപ്പിഡ് ഫയർ റൗണ്ടാണ്. അപ്പം ജസ്റ്റ് റാൻഡം ആയിട്ടുള്ള ഫണ്ണി കോമഡി അങ്ങനെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഷൈൻ ചേട്ടൻ അതിനോടുള്ള റിയാക്ഷൻസ് ആണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇപ്പം താനാരേൻ്റെ അകത്ത് ദീപ്തി സതി എന്നുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം 1 thing you like about ദീപ്തി സതി ആൻഡ് 1 thing you don't like about her. She is very easy in behaving with boys or girls. Okay. She is not, അവൾ അതിനെ വേർതിരിച്ച് കാണുകയോ അല്ലെങ്കിൽ വേർതിരിച്ച് പെരുമാറുകയോ ചെയ്യുന്നില്ല. പെണ്ണോടും പെൺകുട്ടികളോടൊക്കെ ഒരേപോലെയാണ് പെരുമാറുന്നത്. അങ്ങനെ ഒരു ഡിഫറൻസ് ഇട്ടിട്ട് ഇപ്പോൾ ആൺകുട്ടികൾ അടുത്തൊന്നും ഇങ്ങനെ മാറിക്കൊടുക്കുക, അവർ ചോദിക്കുമ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അതിപ്പോൾ എന്നോടാണെങ്കിലും ചന്ദനോടാണെങ്കിലും ഒരേപോലെ പെരുമാറ്റവും. പിന്നെ അതിൻ്റെ ഷൈയോ അല്ലെങ്കിൽ അതിൻ്റെ ആ ചമ്മലുകളൊന്നും ഇല്ല. ആൻഡ് അത് തന്നെയാണ് അതിൻ്റെയും പ്രശ്നം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിയുടെ അടുത്തെത്തുന്ന സമയത്ത് അവൾ ഫെമിനിയനായിട്ടുള്ള ചേഷ്ടകളും പെരുമാറ്റങ്ങളുമാണല്ലോ നമ്മളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. അതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഉണ്ടാവേണ്ട കാര്യമുള്ളൂ. അത് ചിലപ്പോൾ നമുക്ക് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം മാത്രം. പറയുന്നത് കൊണ്ട് ചോദിച്ചതുകൊണ്ട് പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഷീ ഈസ് ലൈക്ക് ഫ്രണ്ട്. അപ്പോൾ ഡിസ്ക്രൈബ് യുവർ കോ സ്റ്റാർസ് ഇൻ 1 word. ഓക്കെ. ഒരൊറ്റ വാക്കിൽ ഈ സ്റ്റാർസിനെ പറ്റി ഷൈൻ ചേട്ടനോട് അഭിനയിച്ച ആൾക്കാരാണ്. എന്താണ് ഫസ്റ്റ് ഈ പേര് കേൾക്കുമ്പോൾ എന്താണ് തോന്നണേ അത് പറയാം. ഒന്ന് ടോവിനോ തോമസ്. ഓ ഓക്കെ ഓക്കെ ഫൈൻ. വേറെ ഒന്നും ഓർമ്മ വന്നില്ല. ആദ്യം ഇതാണ് ഓർമ്മ വന്നത്. ഞാനതാണ് ശ്രദ്ധിക്കണം. ഓക്കെ ഫൈൻ. രണ്ടാമത്തെ ധ്യാൻ. കളിയാക്കുന്നത് പേരില് നിങ്ങൾ തമ്മിൽ കൂടണ സമയത്താണോ? ഇപ്പോഴും ഒരു കളിയാക്കൽ സാധനം അതായിരിക്കും. ഓക്കെ. രണ്ടാമത്തെ ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റർവ്യൂസ് ഇന്റർവ്യൂവിൽ എന്തെങ്കിലും സ്പെസിഫിക് കാര്യം ഉണ്ടാവുമല്ലോ. ചേട്ടനെയും അച്ഛനെയും പറ്റി പറയും. നാണം കെടുത്തി വിടുന്നുള്ള രീതിയിൽ. ഓക്കെ. പിന്നെ ബേസിലിന് ഓർമ്മ വരാറുണ്ട്. ബേസിലിനെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ളത് ഞാനായിരിക്കും. ഓക്കുന്നതായിരിക്കും. അല്ല, ഞാൻ അങ്ങനെ വേറെ ആൾക്കാർ തമ്മിൽ പറയണ കണ്ടിട്ടില്ല. ഫ്രണ്ട്സ് പറയുന്ന പോലെ തന്നെയാണ്. പക്ഷെ ബേസിൽ ഡയറക്ടർ പുള്ളി ആ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ആളാണല്ലോ. സാധാരണ നമ്മൾ അങ്ങനെ ഒരു ബഹുമാനം ഇട്ടിട്ടല്ലോ. ബഹുമാനം ഇല്ലാത്തത് കൊണ്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അത് ഭയങ്കര ഈസി ആയിട്ട് പറയുന്നതുകൊണ്ടുള്ള ഇഷ്ടമാണ്. അവർക്ക് തമ്മിൽ നല്ല കമ്പനിയാണ്. അവന്റെ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് ഒക്കെയാണ് എനിക്ക് ഓർമ്മ വരിക. ട്രബിൾഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥായി ഭാവമാണോ എപ്പോഴും ഉള്ള? അവന്റെ കുറച്ച് സംഘർഷങ്ങളൊക്കെ നിറഞ്ഞ ഒരു അവസ്ഥ അവന്റെ ഫേസ്. അടുത്തത് റേറ്റ് യുവർ ഓൺ സ്ക്രീൻ കെമിസ്ട്രി വിത്ത് യുവർ ആക്ട്രസസ് ഔട്ട് ഓഫ് 10. ഇപ്പൊ ഷൈൻ ചേട്ടൻ അഭിനയിച്ച ആക്ട്രസസിന്റെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി ആണ് റേറ്റ് ചെയ്യാൻ പോണേ. ഇപ്പൊ ഫസ്റ്റ് വൺ അഹാന, അടി. ഗുഡ് വൺ. അപ്പൊ ഔട്ട് ഓഫ് 10 ഷൈൻ ചേട്ടൻ എത്ര കൊടുക്കും? ഫുൾ കൊടുക്കാം. ഫുൾ 10 ഔട്ട് ഓഫ് 10? ഷോ, എനിക്ക് വയ്യ. ഐശ്വര്യ ലക്ഷ്മി കുമാരി. ഐശ്വര്യ ഓൾമോസ്റ്റ് ലൈക്ക് 10.
എല്ലാരും അതിപ്പോ ഈസി ആണല്ലോ, എല്ലാരും 10 അത് പറ്റത്തില്ല. പ്രത്യേകിച്ച് ആനയ്ക്കും ഐശ്വര്യക്കും ഞാൻ 10 കൊടുത്തിട്ടില്ലെങ്കിൽ അവർ രണ്ടുപേരും ചേട്ടാ ഇത് ഷൈൻ ചേട്ടൻ പറ്റേ ഇങ്ങനെ ഫെയർ കളി കളിക്കണതാണ്, അതെല്ലാരും സത്യമായിട്ട് പറയണം. ഐശ്വര്യനായിട്ടുള്ള എന്റെ പേര് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ 10 ആണ്. ആനനായിട്ടുള്ള എന്റെ പേരും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇത് ഇവർക്ക് 2 പേർക്കും 10 കൊടുക്കും. അത് എനിക്ക് വേറൊരു നിർവാഹവുമില്ല, കാരണം അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അവർ ബെസ്റ്റ് തിരുവനന്തപുരംകാരാണ്, അവർ ഒരേ സ്കൂളിൽ പഠിച്ചവരുമാണ്. ഓ ആണോ? ഓ അത് ശരി. അപ്പൊ ഷൈൻ ചേട്ടന് നേരത്തെ അറിയാവോ? അപ്പൊ ആര് ഇവര് ഇങ്ങനെ ഇതല്ലാണ്ട് ഒരേ സ്കൂളിൽ പഠിച്ചെന്ന് പറഞ്ഞാൽ ഷൈൻ ചേട്ടൻ ഒരേ സ്കൂളിലോ? അല്ല, അഹാനയും ഐശ്വര്യയും. ഓ അവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചാ? ഓ അത് ശരി. ഐശ്വര്യ സീനിയർ ആയിരുന്നു, അവൾ ഒരേ നാട്ടുകാരാണ്, അവര് ഒരേ സ്കൂളിൽ പഠിച്ച പിള്ളേരാണ്. അവള് ജൂനിയറും സീനിയറുമാണ്. അപ്പൊ അവര് ഫ്രണ്ട്സും ആയിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് അരമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് കൂടുകയോ കുറഞ്ഞോ ചെയ്ത് കഴിഞ്ഞാല് പ്രശ്നമാവുന്നോണ്ടല്ല, ആക്ച്വലി ആ ക്യാരക്ടേഴ്സ് എല്ലാ പേഴ്സ് ഓക്കെ ആയിരുന്നു ആ രീതിയിൽ. മൂന്നാമത്തെ ഇതിഹാസ അനുശ്രീ. ലിറ്റിൽ എന്നെക്കാളും നന്നായി പെർഫോം ചെയ്തിരുന്നു. അനുശ്രീക്ക് കുറച്ചും കൂടി ബെറ്റർ ചോയ്സസ് ഉണ്ടായിരുന്നു. കെമിസ്ട്രി നിങ്ങൾ രണ്ടുപേരും ആണല്ലോ സിനിമയിലെ കെമിസ്ട്രി. ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രിനേക്കാളും ബാലും അനുശ്രീ ആയിട്ടുള്ള കെമിസ്ട്രിയാണ് ആ പടത്തിൽ കൂടുതൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യിച്ചുള്ളത്. ഞങ്ങളായിട്ടുള്ള കെമിസ്ട്രി വളരെ കുറവാണ് ആ പടത്തില്. ഞങ്ങൾ അപ്പുറത്തും അതെ, രണ്ട് ഡിഫറെന്റ് ഇതാണ്. ഞാൻ ഈ 2 പെൺകുട്ടികളായിട്ടുള്ള കെമിസ്ട്രിയിലാണ്. ഞങ്ങൾ 3 ആയിരുന്നു, അവർ 2 ഓക്കെ. 3 is a word for 3 people, some. അതെ, ഓക്കെ. അടുത്തത് ഇപ്പൊ ഇതിഹാസത്തിനകത്ത് ഷൈൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ ഒരു സ്ത്രീ ആയിട്ട് എണീക്കണാണല്ലോ. അപ്പൊ റിയൽ ലൈഫിൽ എങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ്, രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ആയിട്ട് എണീക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഫസ്റ്റ് ചെയ്യുക? ഫസ്റ്റ് ഇപ്പൊ എന്താ ചെയ്യാ, ബാത്റൂം പോകും. നമ്മളിപ്പോ നമ്മള് വേറെ ആയിട്ട് കാണുകയാണല്ലോ, വേറൊരാളായിട്ട് കാണുകയാണല്ലോ. ഷൈൻ ചേട്ടൻ നോക്കുമ്പോ ഷൈൻ ചേട്ടനല്ല, വേറെ ഇതൊരു സ്ത്രീയാണ്. അപ്പൊ ഉണ്ടാവുമെങ്കിലും കുറച്ച് 2 ദിവസം ചില്ല് ചെയ്ത് നടക്കും. ഓക്കെ, എങ്ങനെയായിരിക്കും സ്ത്രീകൾ ചില്ല് ചെയ്ത് നടക്കണെന്നുള്ളത് ഏകദേശം ഇപ്പൊ വാറ്റ്സണിലൊക്കെ ഒന്ന് പോയി, സ്മോക്കിലൊക്കെ ഒന്ന് പോയി, എന്താണ് ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ ഒന്ന് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനാണ്. ബുദ്ധിമുട്ടുകളും ഉണ്ട്, അഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ബോത്ത് ഇൻ മെന്നിനും വുമണിനുണ്ട്. അപ്പൊ നമ്മൾക്ക് എത്രയൊക്കെ ആയാലും ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് പുറത്തുനിന്ന് ഒരാണായതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ആണുങ്ങൾക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 100 മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മെസ്സേജൊക്കെയാണ് തിരിച്ച് റിപ്ലൈ വരുള്ളൂ. ഇപ്പൊ പെൺകുട്ടികൾക്ക് 1 മെസ്സേജ് അയക്കാതെ 1000 മെസ്സേജ് വരുന്നുണ്ടോ? Like that everywhere they get hits, no? When they go Watson, then go Olive, then when they go holiday, and after the smoke, everywhere getting hits. നമുക്കുള്ള പ്രശ്നം നമുക്ക് ഹിറ്റ്സ് കിട്ടുന്നില്ല, ഹിറ്റ്സ് ഒന്നും വർക്കൗട്ട് ആകാൻ പറ്റുന്നില്ല എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ജീവിതം. പക്ഷെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവുമല്ലോ പെൺകുട്ടികൾക്ക്, ഇതിൽ ഏത് ഹിറ്റ് പിടിക്കണം എന്നുള്ളത് അത് ആലോചിച്ച് തീരുമാനം എടുക്കണല്ലോ. അതുകൊണ്ട് ഇവര് ഫുൾ ടൈം അനലൈസിംഗിലായിരിക്കും. ഓക്കെ ഫൈൻ. ഓക്കെ, അടുത്തത് ഷൈൻ ചേട്ടന്റെ ഒരു ഡേറ്റിംഗ് ആപ്പ് ഉണ്ടെങ്കിൽ ബംബിൾ. അന്ന് അതിന്റെ ബയോ എന്താണ്? നമ്മള് എഴുതൂലേ ഡേറ്റിംഗ് ഷൈൻ എന്നല്ല, ഷൈൻ ചേട്ടന്റെ ഫോട്ടോ ഇല്ലേ, ഷൈൻ ടോം. അതിന്റെ നമ്മൾ ബയോ എഴുതത്തില്ലേ, ഇന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? എന്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് ബംബിളിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതോട് തന്നെ മനസ്സിലാക്കണം. പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് എഴുതണ്ട. അവിടെ പള്ളിയിൽ പോണവരുടെ ഇഷ്ടം കണ്ടുപിടിക്കാനുള്ള ബംബിൾ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ബംബിൾ ഈസ് ഫോർ വാട്ട്? ബംബിളിൽ നമുക്ക് എന്തിനാണെങ്കിലും ജോയിൻ ചെയ്യാം. ഇപ്പൊ ബാത്റൂമിൽ കയറുന്ന ഒരാള് എന്തിനാ കയറണേ? കിടക്കാനല്ലല്ലോ. അപ്പൊ ബാത്റൂമിൽ കയറി വരുന്ന ഒരാളോട് എന്തിനാ കിടക്കാനാ പോയെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഞാൻ ഡൗട്ട് വെച്ചോട്ടെ, അപ്പൊ നമുക്ക് ബംബിളിൽ കയറിയിട്ട് ബംബിൾ ഈസ് എ ഡേറ്റിംഗ് ആപ്പ്. ഡേറ്റിംഗ് ഇഷ്ടമുള്ളവർക്കാണ് അതിൽ ചേരേണ്ട കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും നമ്മൾ എഴുതണ്ടേ? അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവേണ്ടത് ഇപ്പൊ അയാൾക്ക് മെന്നോടാണ് ഇൻട്രസ്റ്റ്, ഒരു പെൺകുട്ടിക്ക് അതോ പെണ്ണിനോടാണോ വുമണിനോടാണോ ഇൻട്രസ്റ്റ്, അതാണ് മെൻഷൻ ചെയ്യേണ്ട മെയിൻ കാര്യം. പിന്നെ ഏത് പ്രായക്കാരിയായിട്ടാണ് മിങ്കിൾ ആവേണ്ടതെന്നുള്ള സംഭവം, പിന്നെ എന്തൊക്കെയാണ് ഹാബിറ്റ്സ്, അതൊക്കെയല്ലേ. അപ്പൊ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് അതില് നമ്മൾ രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് സത്യസന്ധമായിട്ടുള്ള ഡേറ്റിംഗ് പാർട്ട്നേഴ്സിനെ കിട്ടുള്ളൂ. അല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കും അതിൽ, എന്നിട്ട് ഞാൻ ചോദിക്കും ഡേറ്റിംഗ് ആപ്പില്ല, സോ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡേറ്റിംഗ്? നോ ഐ കെയിം ഹിയർ ജസ്റ്റ് ഗെറ്റ് ബോർഡ്,
അപ്പൊ തുമ്പിനെ പിടിക്കാൻ വന്നാണല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ ഫൈൻ. We are not straight, and actually the straight people are not straight. സ്ട്രേറ്റ് പീപ്പിൾ ആർ സ്ട്രേറ്റ് അല്ലേ? അല്ല, അവർ സമ്മതിക്കില്ല ഒരിക്കലും. സ്ട്രേറ്റ് പീപ്പിൾ ആർ സ്ട്രേറ്റ് ആണെന്ന് സമ്മതിക്കില്ലേ? അല്ല, സ്ട്രേറ്റ് പീപ്പിൾ സ്ട്രേറ്റ് ആണെന്ന് സമ്മതിക്കണേ. അവര് വന്ന കാര്യം പറയണ്ടേ, തുമ്പിനെ പിടിക്കാനല്ല ഡേറ്റിങ്ങിനാന്ന്. If they are interested in men, they must tell, I'm interested in men, I came here for dating. ഓക്കെ ഫൈൻ. അല്ലേ? അല്ലാതെ വെറുതെ ബോറടിച്ചപ്പോ കയറി കയറാനുള്ള സ്ഥലമല്ലല്ലോ, പാർക്കല്ലല്ലോ. അല്ലേ? ഇത് 18+ ആയിട്ടുള്ള ആപ്പ് അല്ലേ, ഡേറ്റിംഗ് ആപ്പ് അല്ലേ. അവിടെ വന്നിട്ട് ഫ്രണ്ട്സിന് ഉണ്ടാക്കാനാണെന്ന് കാര്യമില്ലല്ലോ. അങ്ങനെ വരുന്നവരുണ്ട്, അതാണ്. അങ്ങനെ വരണ്ടാന്നാണ് പറയണത്. ഇതിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ അതിനുള്ളതാണ് ആ ആപ്പ്. അപ്പൊ ആരെങ്കിലും ഫ്രണ്ട്സിനെ തപ്പാൻ വേണ്ടിട്ടാണ് ബമ്പളിൽ കയറിയേക്കുന്നെങ്കിൽ അങ്ങനെ വരണ്ടെന്നാണ് ഷൈൻചേട്ടൻ പറയുന്നത് അല്ലേ? അങ്ങനെയല്ല, അവര് വന്നോട്ട് വെറുതെ മെസ്സേജ് അയച്ചിട്ട് വെറുതെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. സംസാരിക്കാൻ പോലും സമയമില്ല. സംസാരിച്ച് കഴിഞ്ഞ് 40 വയസ്സായി, ഇനി സംസാരിച്ചോണ്ടിരുന്ന 80 ആവും. അപ്പൊ മനസ്സിലായില്ല. ഓക്കെ, സെറ്റ്. അടുത്തത് ഇപ്പം ഒരു റോഡ് ട്രിപ്പ് പോവാണ് ഗോവയിലോട്ട്. 3 പേരാണ് ഇൻഡസ്ട്രി എന്നുള്ള. നമ്മൾ ഇപ്പം ഷൈൻചേട്ടനും വേറെ 3 പേരും കൂടെ ഗോവയിലോട്ട് പോവാണ് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആര് 3 പേരെ ആയിരിക്കും ഷൈൻചേട്ടൻ കൂടെ കൂട്ടുക? എല്ലാം ഓൺ വൈബായിട്ടുള്ള 3 പേരെ. ഇൻഡസ്ട്രിന്ന് ആരും കൂടെ പോണില്ല. അതെന്താ? നമ്മൾ ഇൻഡസ്ട്രിയിലത്തെ ആൾക്കാരായിട്ട് ചില്ല് ചെയ്യാറില്ല. ആണ് ലൈക്ക് ആരുമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇവര് ആരും ഒരു ദുശീലങ്ങളും ഇല്ലാത്ത ആൾക്കാരാ. അപ്പം ദുശീലങ്ങളുള്ള ആൾക്കാരൊക്കെ വളരെ ചുരുക്കമാണ്. ഞാനുണ്ട്, ബാസിയുണ്ട്, അല്ലേ അറിയാവുന്നത്. പിന്നെ ആരാ സിഗരറ്റ് വലിക്കണ പോലും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ആരും ഇപ്പൊ ഞാൻ വിളിച്ച ബാസി എന്തായാലും എന്റെ കൂടെ വരില്ല. ഞാനിപ്പോ ഗോവയിൽ പോവാണെങ്കിൽ ചിക്സിനായിട്ടല്ലേ പോവുള്ളൂ. ബാസിനെ വിളിച്ചോണ്ട് പോവോ? ബാസി ഇപ്പൊ ചില്ല് ചെയ്യാൻ പോകുമ്പോ എന്നെ വിളിച്ചോണ്ട് പോവോ? ചിക്സ് ആയിട്ടല്ലേ പോവുള്ളൂ. അല്ല, നമുക്ക് പെമ്പിള്ളേര് പറയാം. അതാണ് പെൺകുട്ടികളൊന്നും ഒന്നും ഉപയോഗിക്കാത്ത പെൺകുട്ടികളാണ്. സിഗരറ്റ് വലിക്കില്ല, സിഗരറ്റ് കണ്ടിട്ടില്ല, കത്തിക്കാൻ അറിയില്ല, പുക എങ്ങനെയാ പോണെന്ന് അറിയില്ല. ആകെ കൂടി ഉള്ളത് നമ്മുടെ സാനിയും പ്രിയാണ്. നമ്മൾ വിളിച്ച അവര് വരൂല. അവരാണ് ഇത്തിരി ഓപ്പൺ ആയിട്ടുള്ള പെൺകുട്ടികൾ അല്ലേ. ബാക്കി ആരാ അതൊക്കെ? വിളിച്ചിട്ടുണ്ടോ ട്രിപ്പ് പോകാനൊക്കെ ആയിട്ട്? ഞാൻ വിളിക്കാത്ത കുറവല്ല, ഞാൻ വീട്ടിൽ പോയി കിടന്നിട്ടുണ്ട്. അപ്പം ഈ ട്രിപ്പിൽ ഇല്ലാന്നാണ് ചോദിച്ചോക്കല്ലേ. പ്രിയ ഉറങ്ങ രാവിലെ എഴുന്നേൽക്കുന്നവരെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. പ്രിയ എഴുന്നേൽക്കും, പ്രിയ. സാനിയ പിന്നെ ഇറ്റ്സ് ലൈക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ദേ ആർ വെരി ഓപ്പൺ. ആ പ്രായത്തിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികൾ ഇപ്പോൾ വളർന്നു വരുന്നവര് കുറച്ചും കൂടി ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള കുട്ടികളെക്കാളും കുറച്ചും കൂടി ഓപ്പൺ ആണ്. ഓപ്പൺ മീൻസ് അവരൊരു ഫോട്ടോ ഇടുമ്പോഴേക്കും താഴെ വന്നിട്ട് ഇവളെന്താ ഇങ്ങനെ, ഇവളെന്താ കോപ്പയെന്ന് പറഞ്ഞിട്ട് തെറി വിളിക്കുക എന്ന് പറയുന്ന ആളുകൾ വളരെ അതം പതിച്ചവരും മനസ്സിലായ അവർ ഒരു തരത്തിൽ ഈ സമൂഹത്തിന് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ആൾക്കാരുമാണ്. കാരണം അവരുടെ പ്രശ്നം വെറും ഞരമ്പും കഴപ്പും മാത്രമാണ്. മനസ്സിലായ? ഇങ്ങനെയാണെങ്കിൽ ഇവരെങ്ങനെ നമ്മുടെ റിലീജിയൻസിലൊക്കെ വിശ്വസിക്കും? ഇസ് ഇൻ ക്രൈസ്റ്റ് എല്ലാ പള്ളികളിലും നിൽക്കുന്നത് ഒരൊറ്റ തുണിയിലല്ലേ? ദേ ആർ സീയിങ് ലൈക്ക് ദാറ്റ് ഇസ് വൾഗർ ഓർ വാട്ടിങ് എക്സ്പോസിംഗ് അല്ലല്ലോ. അതിൽ പോയി കുരിശിൽ പോയി തൊടുന്നില്ലേ, മുത്തുന്നില്ലേ സ്ത്രീകൾ, അമ്മമാരൊക്കെ? വി ആർ സീയിങ് ലൈക്ക് ദാറ്റ്. ഇനി നമ്മുടെ അമ്പലങ്ങളിൽ കൊത്തുപണികളിൽ കാണിക്കുന്നത് what it's like girls boys together അല്ലേ? they are seeing like the what അല്ല, നമ്മളത് വർഷിപ്പ് ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത്. then why ഇപ്പൊ കുട്ടികൾ ഷോർട്സ് ഇടുമ്പോഴും ഇത് ഇടുമ്പോഴും അതിന്റെ താഴെ ഇത്രയധികം കമന്റുകൾ വന്നിട്ടും അതിനെ എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലും മുന്നിലും മുതിർന്നവരും നിയന്ത്രിക്കുന്നില്ല? കുറ്റം പറയുന്നത് ആരെയാ? സ്ത്രീകളെ തന്നെയാണ് കുറ്റം. ഇനിയിപ്പോ രണ്ടുപേര് ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സെക്ഷലി ബന്ധപ്പെടുന്നുണ്ടെങ്കിലും കുറ്റമാർക്കാ? പെൺകുട്ടികൾക്ക് ഒരുപാട് കാമുകന്മാരുണ്ടാവുകയും അവർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആണുങ്ങളുടെ കൂടെ ചെല്ലുമ്പോഴും ഉണ്ടാവുന്ന പ്രശ്നം എന്താ? ഇപ്പൊ ആൺകുട്ടിയും പെൺകുട്ടിയും ചില്ല് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ? ഞാൻ 4 പെൺകുട്ടികളുമായിട്ട് ചില്ല് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ? എല്ലാം ഇവര് കാണിക്കുന്നതും എഴുതുന്നതും ഒക്കെ എന്താ? How we all came into this earth. എങ്ങനെയാ നമ്മൾ വന്നത്? 2 വ്യക്തികൾ തമ്മിൽ ഉണ്ടല്ലേ? ഇതിൽ നിന്നുണ്ടാവുന്നതാണോ ഈ എനർജി? നമ്മൾ ഓരോരുത്തരും. എന്നിട്ട് ഈ ചിന്തയും ഈ പ്രവൃത്തിയും കുറ്റപ്പെടുത്തുന്നത് എന്തിനാ? കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല ശരിക്കും. സോ ദേ ആർ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? സൃഷ്ടാവിനെ.
സോ സൃഷ്ടിയെ കുറ്റപ്പെടുത്തുന്നു, സൃഷ്ടാവിനെയും കുറ്റപ്പെടുത്തുന്നു. അപ്പൊ ആക്ച്വലി ദേ ആർ അഗെയിൻസ്റ്റ് ദ ഗോഡ്. അല്ലെങ്കിൽ വല്ല മരത്തുമൊന്നും ഉണ്ടായി വരുന്ന പഴമാക്കി രീതിയിലാക്കിയാൽ മതിയായിരുന്നില്ലേ കർത്താവിന്? അല്ല, ഞാൻ പറയാം, കർത്താവ് വലിയ വിശ്വസിക്കുന്നവര്, ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് പറഞ്ഞ മനുഷ്യന്മാരെ ഉണ്ടാക്കണത്. അല്ലെങ്കിൽ വല്ല പള്ളിയുടെ പതി കൂടെ ഉണ്ടായി വരുന്ന പോലെ എന്തുണ്ടാവാതിരുന്നത്? സോ നമ്മൾ അതിലേക്ക് കൂടുതൽ ആകർഷകരാവുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇല്ല. ആക്ച്വലി ഈ ആകർഷണത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്ന് തിരിച്ച് ദൈവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജന്മം എടുക്കുന്നത്. അപ്പോൾ ആ ജനനം സംഭവിക്കുന്നത് അതിലൂടെയാണോ? അതിലൂടെ വന്നതിന് ശേഷം ഒരു വ്യക്തി അതിൽ ഗെറ്റ് സാച്ചുറേറ്റഡ് ആവണം. അറ്റ്ലീസ്റ്റ് ഒരു സാധനത്തിൽ നിന്ന് പുറത്ത് കടക്കണം. നമുക്ക് ഇത് ലൈംഗികതയിൽ നിന്ന്. താൻ ക്രിസ്ത്യനാണോ? ക്രിസ്ത്യാനിറ്റിയിൽ പഠിപ്പിക്കുന്നത് ലൈംഗികത ദൈവദാനം. പക്ഷേ ആ ലൈംഗികതയിൽ നിന്നും കൺട്രോൾഡ് ആവുകയും വേണം, തിരിച്ച് കളങ്കമില്ലാതെ ദൈവത്തിലേക്ക് എത്തുകയും വേണം. അപ്പൊ പുറത്ത് കടക്കണം ഈ ലൈംഗികതയിൽ നിന്നും ലൗകികതയിൽ നിന്നും. ഈ ലൈംഗികതയിൽ നിന്നും ലൗകികതയിൽ നിന്നും പുറത്ത് കടക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ അകത്ത് കടക്കണ്ടേ? ഒരു സാധനത്തിന്റെ അകത്ത് കടക്കാതെ എങ്ങനെ നമ്മൾ അതിന്റെ പുറത്ത് കടക്കും? ശരിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് അതിന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഉണ്ടാവില്ല. ചിലവർക്ക് ചിലപ്പോൾ ഇതൊന്നും ചെയ്യാതെ തന്നെ മാനസികമായി അതിലേക്ക് എത്താൻ പറ്റും. പക്ഷേ നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് അങ്ങനെ പറ്റാത്തവര് അതിന് എങ്ങനെയാണ് അതിന് പുറത്തു കിടക്കേണ്ടത്? അത് ചെയ്ത് കൺട്രോൾ ചെയ്ത് അതിനാലോചിക്കില്ല, അത് ചെയ്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രഷറിൽ തിരിച്ചു വരുള്ളൂ. ഇറ്റ്സ് എക്സസൈസ് ലൈക്ക് അതിന് സഹായിക്കുന്നതാണ് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആവേണ്ടത്. പക്ഷെ ഇതിനെ പഠിപ്പിക്കുന്നത് വളരെ തെറ്റായ രീതിയിലാണ്. എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇപ്പൊ ആദവും ഹവ്വയും ഏദൻ തോട്ടത്തിൽ വന്നു, അവിടെ നിന്ന് പഴം കഴിച്ചു, കർത്താവ് അവരെ പുറത്താക്കി. അപ്പൊ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് ഭൂമിയിലേക്ക് ആക്കിയ. അപ്പൊ ഏദൻ തോട്ടം എങ്ങനെയാ കാണാതിരുന്നിരുന്നത്? ഒരു തോട്ടം പറമ്പല്ലേ? അത് സ്ഥലം അതറിയില്ല, പക്ഷെ ഒരു ഗാർഡൻ ആണെന്നാണ് പറയുന്നത്. പഴം കഴിച്ചപ്പോ പുറത്താക്കി. പിന്നെ അവർക്ക് കുട്ടികളുണ്ടായി. പിന്നെ അവര് കുട്ടികളുണ്ടായിട്ട് എങ്ങനെയാ? അതിൽ 2 പേരുണ്ടായിരുന്നുള്ളൂ, ഒരാൾക്ക് ഒന്നൊന്നുമല്ല പറയണം. പിന്നെ എങ്ങനെ കുട്ടികളുണ്ടായി? വേറെ കുട്ടികളുണ്ടായത് വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പുറത്ത്. അങ്ങനത്തെ ഇതൊക്കെ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ കിളി പോവില്ലേ? ശരിയാണ്. എന്നിട്ട് കിളി പോയിട്ടില്ലല്ലോ. നമ്മൾ അതൊക്കെ അങ്ങോട്ടും വെള്ളം തൊടാതാണ്ട് മുഴുങ്ങിയില്ലേ? ആക്ച്വലി ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാലേ നമ്മുടെ തലയിൽ കയറുള്ളൂ. പക്ഷെ ഇതിനൊന്നും ഡയറക്റ്റ്ലി ഇങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. ഇത് ഓരോരുത്തരുടെ ചിന്താഗതികൾക്ക് അനുസരിച്ചും അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചും അല്ലെങ്കിൽ കാപ്പബിലിറ്റി അനുസരിച്ചും അതിന് നമുക്ക് ചിന്തിച്ച് നമ്മുടേതായിട്ടുള്ള ഒരു ഉത്തരവും ചോദ്യവും കണ്ടെത്തണം നമ്മൾ ലൈഫിൽ. മനസ്സിലായി? അതിനും കൂടിയിട്ടാണ് എല്ലാവർക്കും ബ്രെയിൻ സെപ്പറേറ്റ് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരൊറ്റ ബ്രെയിനും എല്ലാവരും ബ്രെയിൻ ഇല്ലാത്തവരാക്കിയാൽ മതിയായിരുന്നില്ല ബാക്കിയുള്ളവരെ, അല്ലേ? അല്ലാതെ ഉപ്പേരി വെച്ച് തിന്നാനുള്ളൂ ബ്രെയിൻ. പിന്നെ ഇനി കിളി പോകണ അവസ്ഥയുണ്ടല്ലോ, ആക്ച്വലി നല്ലതാ. തലേ കിളിക്കിരിക്കാനുള്ളതാണ് ആ തല. ഒരു പാൻ വന്ന് അതിന്റെ മുകളിൽ ഇരുന്നുള്ള ബുദ്ധിമുട്ട് അറിയില്ലേ? ഒരു 2 പാൻ ഇരുന്നാലാ, ഒരു 3 പാൻ ഇരുന്നാലാ? ചെറിയ സാധനമാട്ട പാൻ. അപ്പൊ തന്നെ നമ്മുടെ തലയ്ക്ക് സ്വസ്ഥത ഉണ്ടാ. പിന്നെ ഈ വലിയ കിളി വന്ന് അതിന്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും? എന്തെങ്കിലും നടക്കുമോ തല കൊണ്ടുള്ള പരിപാടി? അപ്പൊ കിളി പോയി കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥതയാ, പിന്നെ തലയുടെ പ്രവർത്തനം നടക്കില്ലേ? അപ്പൊ കിളി പോകുന്നതാണ് ആക്ച്വലി ഒരാൾക്ക് ചിന്തിച്ചു തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം. പക്ഷെ ഈ കിളി പോകുന്ന ഐറ്റങ്ങള് ഈ പറയുന്ന വേറെ കുറെ സാധനങ്ങളുണ്ടല്ലോ, അവന്റെ കിളി പോയതാണ്. ആക്ച്വലി അവന് കിളിയില്ല, കിളിയുടെ കാട്ടവും ഇല്ല, അതിൻ്റെ ഒരു ടോണും പോപ്പും കുട്ടും ഒന്നുമില്ല. അവനാകെ ഭക്ഷണം കഴിക്കും, ബാത്റൂമിൽ പോകും, ഭക്ഷണം കഴിക്കും, ബാത്റൂമിൽ പോകും. ഇവിടെ നിന്നിട്ട് മേലേക്കുള്ള സാധനം ശരിക്കും വർക്കിംഗ് അല്ല. എന്തുകൊണ്ടാണെന്നറിയോ? കിളി പിളവളാന്ന് അടിച്ചോണ്ടിരിക്കുക, പോവാത്ത കിളിയൊക്കെ. അല്ലെങ്കിൽ പോയ കിളികളൊക്കെ വന്നിരിക്കേണ്ട അവൻ്റെ തലയിലാ. അപ്പൊ അവനാകെ കിളീനെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ. ബാക്കിയുള്ളവർ എന്തെങ്കിലും പറയുകയോ എഴുതുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവന് കിളി പോയേ കിളി പോയേന്ന്, കിളി പോണേ എന്നാണ് പറയേണ്ടിരുന്നത് അവൻ. പക്ഷെ കിളി പോയേ എന്നാണ് പറയണത്. അത് ആക്ച്വലി കിളി പോയി എന്ന് പറയുന്നവന് നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അവൻ്റെ കിളി പോയി അവൻ രക്ഷപ്പെടും. കിളി പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? അവൻ അതിനെയും താങ്ങിക്കൊണ്ട് നടക്കേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും നടക്കുമോ? ഇല്ല, നടക്കൂല. അപ്പോൾ ഇനി അടുത്തത് റിയാക്ട് ടു ദ ഫോളോയിങ് വിത്ത് ഷൈൻ ചേട്ടന് തോന്നിയ എക്സ്പ്രഷൻസ് ആയിരിക്കും ഫസ്റ്റ് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ ചെയ്യാം. തോന്നിയ എക്സ്പ്രഷൻ നമ്മൾ ആ ഒരു കാര്യത്തെ പറ്റി കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിൽ തോന്നുന്ന എക്സ്പ്രഷൻ ഉണ്ടാവൂലേ?
ഉണ്ടാവാം. മനസ്സിൽ തോന്നുന്ന എക്സ്പ്രഷൻ ഞാൻ കാണിക്കണം നിർബന്ധമില്ലല്ലോ. സൈൻ ചേട്ടൻ കാണിക്കുമെന്ന് എനിക്കറിയാം. പറഞ്ഞു ചോദിച്ചാ ഓക്കെ. കല്യാണം കൊല്ലരുത് തന്നെ. കല്യാണം എന്ന് പറയുമ്പോൾ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കല്യാണം എന്ന് പറയുമ്പോൾ ടീ പാർട്ടിയാണ് എനിക്ക് ആദ്യം ഓർമ്മ വരിക. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് ചെക്കൻ്റെ വീട്ടിൽ പോയിട്ട് ടീ പാർട്ടി ഇട്ട് ലഡു, പൊതിഞ്ഞ കേക്ക്, മിക്സർ, പിന്നെ ഗോൾഡ് സ്പോട്ട്, പെപ്സി, പിന്നെ ഒരു ആഘോഷമായിരുന്നു. ഇപ്പൊ കല്യാണം എന്ന് കേൾക്കുമ്പോൾ അത്ര വലിയ ആഘോഷമില്ല. ടീ പാർട്ടി കഴിഞ്ഞാൽ എല്ലാവരും പോയി കഴിഞ്ഞാൽ നമ്മൾ 2 പാർട്ടിക്കാരാവും ബാക്കി. പിന്നെ ഉറക്കത്തിലും ബാത്റൂമിൽ പോകുമ്പോഴും ചോറുണ്ടുമ്പോഴും എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാലും ലാസ്റ്റ് കിടക്കേ വന്ന് കിടക്കുമ്പോഴും ഉണ്ടാവും അടുത്തൊരാള്. എന്തേ ഉറങ്ങണില്ലേ? ഇല്ല, ഓരോന്ന് ആലോചിച്ചു വെറുതെ ഓരോന്ന് ആലോചിച്ച് കിടക്കാതെ കിടക്കാം, രാവിലെ എഴുന്നേറ്റ് പോകണം. പക്ഷെ അത് പിന്നെ നമ്മൾക്കൊരു കൂട്ടുള്ളത് രസമല്ലേ? കൂട്ടുള്ളത് എപ്പോഴും രസമല്ലേ? എപ്പോഴും അല്ല, എന്നാലും ഒരു കൂട്ടുള്ളത് ഒരു സുഖല്ലേ, രസമല്ലേ? അത്ര വലിയ സുഖമില്ലേ? 1-2 മണിക്കൂർ കൂട്ടൊക്കെ നല്ലതാ. പിന്നെ എല്ലാ സമയത്തും കൂട്ടിന്റെ ആവശ്യമില്ല കേട്ടോ. പക്ഷെ എല്ലാ സമയത്തും കൂട്ടുള്ള ആവശ്യമുള്ള ആളുകൾ ഉണ്ടാവും. എനിക്ക് പക്ഷെ ഇത്രയും കാലത്തെ റിലേഷനിൽ നിന്ന് വെച്ച് മനസ്സിലാക്കിയത്, എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. ഒറ്റയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ രാത്രി ഒറ്റയ്ക്ക് ഇരുട്ടത്ത് പോകേണ്ട കാര്യത്തിനെ കുറിച്ചല്ല, അതെനിക്ക് പേടിയുള്ള കാര്യം. ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ ഫാമിലിയും നമ്മുടെ ചുറ്റുപാടും അതിനോട് താല്പര്യമുള്ള ആളുകളും ഉണ്ട്. അതിന് പുറമെ ഫുൾ ടൈം 24 മണിക്കൂറും കൂടെ നടക്കുന്ന അല്ലെങ്കിൽ കൂടെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു കൂട്ടിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി അങ്ങനെ ഒരു കൂട്ടൻ ഞാൻ വിളിച്ചു കൊണ്ടുവന്നാൽ അത് ഞാൻ ആ വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. അതിന് താല്പര്യമില്ലാത്തതും അതിന് ആവശ്യമില്ലാത്ത ഒരാൾ അല്ലേ, അതിന് ആവശ്യമുള്ളതാണെങ്കിൽ അല്ലേ. നമ്മളിപ്പോൾ ഒരു ബൈക്ക് ഓടിക്കാനാണ് വിചാരിക്കുക, ബൈക്ക് ഓടിക്കാൻ ഒരു കൂട്ടിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഒറ്റയ്ക്ക് ഓടിക്കാൻ. വേറൊരാളെയും കൂടി ബാക്കിൽ കൊണ്ടിരുത്തിയിട്ട് ജീവിതം മുഴുവൻ ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ അയാളെ നമ്മൾ എന്ത് വിളിക്കണം? അയാളുടെ ജീവിതം ഇല്ലാതെയാ. ഇനിയിപ്പോൾ ലോറിയാണ് ഓടിക്കണമെന്ന് ചോദിക്കുക, വലിയ കണ്ടെയ്നർ, ഒരു കിളി വേണ്ടേ കൂട്ടിന്? ഇത് വളയ്ക്കാനും തിരിക്കാനും എന്തിനാണെങ്കിലും ഒരാൾ ബാക്കിൽ നിന്നിട്ട് പറഞ്ഞ ഇല്ലെങ്കിൽ പ്രശ്നമാവില്ലേ? അപ്പോൾ എല്ലാ സാധനത്തിനും കമ്പാനിയൻഷിപ്പിന്റെ ആവശ്യം ഇല്ല ആക്ച്വലി. അല്ലേ? അപ്പോൾ നമ്മൾ പണ്ട് കഴിച്ചിരുന്ന ടീ പാർട്ടിയും ബിരിയാണിയും അല്ല കല്യാണം. റിവ്യൂസ് ചോദിക്കാൻ വന്നായിരുന്നു. പക്ഷേ ഏത് റിവ്യൂസ്? നോർമൽ റിവ്യൂസ്, നമ്മുടെ ഓൺലൈൻ റിവ്യൂസ്. സിനിമയായിട്ട് റിവ്യൂ ഇടുന്നത് കുഴപ്പമില്ല. ഒരു സാധനത്തെ, ഒരു വ്യക്തിയെക്കുറിച്ച് റിവ്യൂ ഇടുന്നതും ഒരു സാധനത്തെക്കുറിച്ച് റിവ്യൂ ഇടുന്നതും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോരായ്മകളും അതിൻ്റെ ഗുണങ്ങളുമാണ് ഇടേണ്ടത്. കാണരുത്, നിങ്ങളൊന്നും ചെയ്യരുത്, ഇതിനെ കീറ്റണം പീറ്റണം എന്നൊക്കെ പറയുന്ന ചില കോഴികളുണ്ടല്ലോ ഇവിടെ. ചില ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇംഗ്ലീഷിൽ പറയുന്ന കോഴികൾ അല്ലേ, അത് റിവ്യൂ എന്നല്ല പറയാ, അതിനെ കുറ്റപ്പെടുത്തൽ എന്നാ പറയാ. ഇത്രയും മോശപ്പെട്ട ഒരു സിനിമയാണെങ്കിൽ കൂടി അത് ഒരു ഉപകാരപ്പെടലും ഉണ്ടാവാതിരിക്കുന്നില്ലല്ലോ. ഈ കോഴികൾക്ക് ഒന്നില്ലെങ്കിലും കുറ്റം പറയാനുള്ളൊരു വിഭവമെങ്കിലും ആവുന്നുണ്ടല്ലോ, അതുവഴി അവന് ഫാൻസ് കയറാനുള്ളൊരു വിഭവമെങ്കിലും ആവുന്നുണ്ടല്ലോ. പിന്നെ ഒരു പണി എടുക്കാതെ ഒരു സാധനത്തിനെ കുറ്റം പറയുന്നവരെന്താ നമ്മൾ പറയുന്നറിയോ? അത് പറയണ്ട, ഞാൻ അത്രയും മോശപ്പെട്ട ഒരാളല്ല, അത് നല്ല രീതിയിൽ പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കണ എല്ലാ ദോശയും ഒരേപോലെ ഇരിക്കുമോ? ഇല്ല, ഓരോ സമയത്ത് ഒരേപോലെ ഇരിക്കും. ഷേപ്പ് മാറും. എല്ലാ ഓംലേറ്റും ഒരേപോലെ കിട്ടുമോ? ഇല്ല. എല്ലാ ബുൾസയും ഒരേപോലെ ഇരിക്കുമോ? ഇല്ല. അതുകൊണ്ട് ആ ബുൾസൈ തിന്നാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഒരു ബുൾസയും ഉണ്ടാക്കാതെ മുട്ട പോലും കൈകൊണ്ട് തൊടാത്ത ഒരുത്തന്നെ അതിന് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്താ പറയേണ്ടത്? എന്താ പറയണ്ടെന്നറിയോ? നല്ല വീക്ക് വെച്ച് കൊടുക്കണം കണ്ട. അതായത് വ്യക്തികളെയും വ്യക്തികളുടെ സൃഷ്ടികളെയും വെറും നശിപ്പിക്കാനായിട്ട് പറയുന്ന ഡയലോഗ് അടികൾ റിവ്യൂ ആയിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. വായി തോന്നി കൊതയ്ക്ക് പറ്റുന്ന പോലെ വിളിച്ചു പറയുന്ന അവസ്ഥയാണ്. കൈ അകലത്തിൽ നിന്ന് അവർക്ക് കൊല്ലാം. നമ്മുടെ റാപ്പിഡ് ഫയർ റൗണ്ട് കഴിഞ്ഞു. ഇതായിരുന്നു ക്വസ്റ്റ്യൻസ്. എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ്? കുഴപ്പമില്ലായിരുന്നില്ല, നല്ലായിരുന്നില്ല, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ലേ? അപ്പോൾ നമ്മൾ സിനിമയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, അപ്പം ഇതൊരു ത്രൂ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പടമാണല്ലോ. അപ്പം എന്താണ് ഈ സിനിമയുടെ ജസ്റ്റ് പറയാനാണെങ്കിൽ? ഇതിന്റെ ട്രെയിലർ ഇറങ്ങി, ഇതിന്റെ പാട്ട് 2 ഇറങ്ങി, ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിന്റെ എല്ലാ സീൻസും എങ്ങനെയാ വരികയെന്ന്. കൂടുതൽ പറഞ്ഞ് നമ്മൾ എന്തിനാണ് സമയം ചെലവഴിക്കുന്നവരുടെ. ഈ പടം ഓഗസ്റ്റ് 9 തിയേറ്ററിലേക്ക് വരും. ഇന്നത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ ഡേറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരാം. കാരണം അതിന് മുന്നേ റിലീസ് ഓഗസ്റ്റ് 2 റിലീസ് ചെയ്യേണ്ട പടങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. മഴയും
പ്രളയം ഇപ്പോൾ വയനാട് പ്രശ്നങ്ങൾ വയനാട് പ്രളയം ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡേറ്റുകളിൽ വ്യത്യാസം വരാം. എങ്കിൽ കൂടി ആ ഡേറ്റുകൾ കറക്റ്റായിട്ട് എന്നാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞാൽ തിയേറ്ററിൽ പോയി പടം കാണുകയും താല്പര്യമുള്ളവർ കാണുകയും അത് നിങ്ങൾക്കത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ കാണാൻ നല്ല പടമാണെന്ന് പറയുകയും കാണാതെ അഭിപ്രായം പറയാതിരിക്കുകയും ചെയ്യുക. നമ്മൾ പറയില്ലേ കഞ്ഞിയിൽ മണ്ണ് വരിയിടരുത്. അതെ, ഓക്കെ. അപ്പോൾ ആ നല്ല അഭിപ്രായമാണെങ്കിൽ കാണാൻ ആളുകളോട് പറയാം. അപ്പം എന്തായാലും ഷൈൻ ചേട്ടാ ആശംസിക്കുന്ന നല്ല ആശംസകൾ. സിനിമ ഇറങ്ങുന്ന സമയത്ത് അടിപൊളിയാവട്ടെ. തിയേറ്ററിൽ എല്ലാവരും തന്നെ പോയി കാണട്ടെ. പടം തിയേറ്ററിൽ പോയി കാണാറുണ്ടോ? ഞാൻ പടം തിയേറ്ററിൽ പോയി കാണാറുണ്ട്. ഏത് പടം ലാസ്റ്റ് ഞാൻ കണ്ടത് കൽക്കി കണ്ടു കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടില്ല. ഓക്കെ. അപ്പം എന്തായാലും ഷൈൻ ചേട്ടാ ആശംസിക്കുന്ന നല്ല ആശംസകൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം താങ്ക് യു സോ മച്ച്. പിന്നെയും കാണാം.